സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതികൾക്ക് ഉണ്ടാക്കി കൊടുത്ത സൗകര്യങ്ങളുടെ നീണ്ട പട്ടിക. അയ്യോ, സത്യമായിട്ട് തന്നെ അന്വേഷണമുള്ള വരവ് തന്നെയാ. ഓരോ ദിവസവും പുറത്തു വന്നിട്ടും അതിൽ തനിക്കൊന്നും പങ്കില്ല എന്ന് മാത്രം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകളോട് ഒന്നേ പറയാനുള്ളൂ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമില്ലാത്തത് പിണറായി വിജയന് മാത്രമാണ് എന്നുള്ളതാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഉന്നതമായ അധികാരത്തിൽ ഇരിക്കുന്ന ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള അഴിമതിക്കും അതുപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്തിനും എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? കൂട്ടുകച്ചവടത്തിനും എല്ലാം നേതൃത്വം നൽകിയിട്ട് അത് ഓരോന്നായി പുറത്തു വരുമ്പോ ഞങ്ങളല്ല സ്വപ്ന സുരേഷിന് തളികയിൽ ജോലി വെച്ച് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിനകത്ത് എന്താ ഉറക്കം വരുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തൊക്കെ കയറാൻ കഴിയാവുന്ന സ്വാധീനം ഉണ്ടാക്കി കൊടുത്തത്, സ്വപ്ന സുരേഷിനെ ജോലിക്ക് എടുക്കണമെന്ന് കൺസൾട്ടൻസിയോട് നിർദ്ദേശിക്കുന്നത് ഈ ശിവശങ്കർ തന്നെ. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ആ ശിവശങ്കർ വഴി തന്നെ അവർക്ക് സ്പേസ് പാർക്കിൽ നിയമനം കൊടുക്കുന്നു. ആ ശിവശങ്കറിനൊപ്പം തന്നെ അവർ UAE സന്ദർശനം നടത്തുന്നു. ആ ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരം തന്നെ അവർക്ക് ചാർട്ടേഡ് അക്കൗണ്ടിനെ ലഭിക്കുന്നു. ആ ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരം തന്നെ അവര് ലഭിക്കുന്ന അഴിമതി പണം അതത് ഇടങ്ങളിൽ നിക്ഷേപിക്കുന്നു. ആ ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരം തന്നെ അവർ ഈ കള്ളത്തരങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കുമ്പോ ആ ശിവശങ്കറിന് ഒരേ ഒരു ഗോഡ് ഫാദറേ ഉള്ളൂ, അത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയാവുന്ന വസ്തുതയാണോ? ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. സാർ, കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാർക്കും സ്വപ്നയാവാൻ കഴിയില്ല കേരളത്തിലെ സർക്കാർ സർവീസിൽ കയറാൻ. എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം? അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. ഈ ചെറുപ്പക്കാരുടെ വേണ്ടപ്പെട്ടവർ അവരാരും കേരളത്തിന്റെ മന്ത്രിസഭയിലില്ല. അവരാരും കേരളത്തിന്റെ മന്ത്രിസഭയിലെ സ്റ്റാഫ് അംഗത്തിന്റെ ഭാര്യമാരല്ല. അവരാരും സമ്പത്തിനെ പോലുള്ള തോറ്റ MP-മാരുമല്ല. PSC പരീക്ഷ പഠിച്ചു പാസ്സായി ഒരു ജോലിക്ക് വേണ്ടി കാത്തിരുന്നവരെ നോക്കുകുത്തിയാക്കിയിട്ട് പിൻവാതിൽ നിയമനങ്ങളുടെ ഘോഷയാത്ര നടത്തിയ ആളുകൾ ഈ ഗവൺമെന്റിൽ കേരളത്തിന്റെ പ്രതിപക്ഷത്തിന് അവിശ്വാസം രേഖപ്പെടുത്താനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ യുവത്വം അംഗീകരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? PSC ചെയർമാൻ ചോദിച്ചത് ബക്കറ്റിൽ ജോലി എടുത്തു വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചെറുപ്പക്കാർക്ക്. PSC ചെയർമാന്റെ ബക്കറ്റിൽ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിലെടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ സ്വപ്ന സുരേഷിന് തൊഴിലെടുത്ത് വെച്ച ബക്കറ്റ് പിന്നെ ക്ലിഫ് ഹൗസിലായിരുന്നോ എന്നുള്ളത് കേരളത്തിലെ ചെറുപ്പക്കാർ ചോദിക്കുകയാണ്. വിമർശനങ്ങളോട് ഇത്ര അസഹിഷ്ണുത പാടില്ല. നിങ്ങൾ ഇപ്പുറത്തിരിക്കുമ്പോ ഇതിലും കടുത്ത ഭാഷയിൽ, മാന്യത കെട്ട ഭാഷയിൽ, അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ നിങ്ങൾ ഇവിടെ മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ വരെ ആക്ഷേപിക്കുന്നത് ഈ ഫ്ലോർ സാക്ഷിയാവേണ്ടി വന്നിട്ടുണ്ട്. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്